ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിന്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടു പോയി. സഹോദരിമാരെ, ഒരു വെള്ളിയാഴ്ച ദിവസം എത്ര ഭാഗ്യവതിയാണ് ആ ഉമ്മ. സിറാജ് ഉസ്താദിന്റെ വാഴ കേൾക്കുന്നവരാ നിങ്ങളോ, ഉസ്താദിന്റെ പ്രസംഗം ഇഷ്ടമുള്ളവരാ നിങ്ങളോ. എവിടെയാണെങ്കിലും ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഉസ്താദിന്റെ പ്രസംഗത്തിന് മഹബത്ത് വെച്ച് യൂട്യൂബിലാണെങ്കിലും കേൾക്കുന്നവരാ നിങ്ങൾ. ഉസ്താദ് ഉമ്മയെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ? മക്കളെ കൊതിക്കണം മോളെ. അല്ലാഹു കൊടുത്ത മക്കളിലോ 6 മക്കളെയും അല്ലാഹ് ഹാഫിളീങ്ങളാക്കി, ആലോചിച്ചു നോക്ക്, പണ്ഡിതന്മാരാക്കി, പടച്ചവനെ പ്രവാചകന്മാരാക്കി. ആ ഉമ്മാക്ക് കിട്ടിയ ഭാഗ്യം നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ ഉമ്മാന്റെ ജനാസ ചുമന്ന് കൊണ്ടുവന്നതാരാട്? ഇടത്തറപ്പള്ളിയുടെ ഖബർസ്ഥാനിലേക്കോ ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ ജനാസ കൊണ്ടുവന്നത് ഈ ഹാഫിളീങ്ങളായ മക്കളല്ലേ? ഹാഫിളീങ്ങളായ മക്കളല്ലേ മയ്യത്ത് നിസ്കരിച്ചതോ? അല്ലാഹുവേ, എത്ര ഭാഗ്യവതിയാണ് ആ ഉമ്മ. അല്ലാഹു കൊടുത്തത് കണ്ടില്ലേ? കൊതിക്കു പെങ്ങളെ, വെള്ളിയാഴ്ച രാവിലെ മരണം കൊടുത്തു. എന്തുകൊണ്ട്? അല്ലാഹുവിനോട് ആ ഉമ്മ ചോദിച്ചിട്ടുണ്ട്, എന്നെ മരിപ്പിക്കുമ്പോ വെള്ളിയാഴ്ച മരിപ്പിക്കണേ അല്ലാ. കൊടുത്തില്ലേ മോളെ? അതുകൊണ്ട് എന്നെ കേൾക്കാൻ ഇവിടെ തെളിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, പെങ്ങളെ, എത്ര കൊല്ലം ജീവിച്ചാലും അവസാനം മരിക്കുമ്പോ ഇതുപോലെ മരിക്കണം ഉമ്മ. ഉസ്താദിന്റെ ഉമ്മാക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. എത്ര ഭാഗ്യവതിയാണ്. ഇതാണ് മക്കളെ ഖുർആൻ പഠിപ്പിച്ചാലുള്ള പ്രതിഫലം, മക്കളെ ഖുർആൻ ഓതിപ്പിച്ചാലുള്ള പ്രതിഫലം. ദുനിയാവിന്റെ രാജാക്കന്മാരാക്കി വളർത്തി, ദുനിയാവിന്റെ എല്ലാം കൊടുത്തു വളർത്തി, അവസാനം നിനക്കെന്ത് കിട്ടും മോളെ? എന്റെ മയ്യത്ത് ചുമക്കാൻ ഒരു 10 പേര് പോലും വരൂല. സിറാജ് ഉസ്താദിന്റെ ഉമ്മാക്ക് വേണ്ടി എത്ര പള്ളികളിലാണ് മയ്യത്ത് നിസ്കരിച്ചത്? എത്ര പേരാണ് ദുആ ചെയ്തത്? എത്ര പേരാണ് എത്ര യാസീനാണ് ഓതിയത്? അതാ ഞാൻ പറഞ്ഞത്, മക്കളെ ഖുർആൻ പഠിപ്പിച്ചാൽ, മക്കളെ ഹാഫിളീങ്ങളാക്കിയാൽ ഇതുപോലെ നമ്മൾ രാജാത്തിമാരായി മരിക്കാൻ പറ്റും പെങ്ങളെ. അല്ലാഹു ആ ഉമ്മാക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു മർഹമത്ത് നൽകട്ടെ, അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. ഇഷ്ടപ്പെട്ട് വളർത്തിയതിന് എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ജീവിതത്തിന്റെ അവസാന പ്രയോജനം. എന്റെ മക്കള് മുഴുവനും ഓരോ പള്ളിയില് ജനങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോ, അറിവ് പറഞ്ഞു കൊടുക്കുമ്പോ ആ പ്രതിഫലം മുഴുവനും എനിക്ക് ഖബറിൽ കിട്ടുന്ന രംഗം, അതൊക്കെയാ മോളെ വേണ്ടതോ. ദുനിയാവിന്റെ ലോകത്തോ സമ്മാനിച്ച് ജീവിച്ചിട്ട് നിനക്കെന്ത് കിട്ടാനാ? നിനക്കെന്ത് കിട്ടാനാ? എന്റെ പുണ്യ മക്കളെ, മരണം വന്നാ തീർന്നു മോനെ. മരണമേ, നീ എന്നെ മാടി വിളിക്കുന്നു, ഞാൻ നിന്നിൽ ഒരു കാമുകിയായി അലിഞ്ഞു ചേരാം. മരണത്തിനെ കുറിച്ച് പേടിക്കണം നിങ്ങളെ, കാരണം ഈ മരണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്വർഗത്തിൽ പോകാൻ. മുത്തുനബി തങ്ങൾ വഫാത്തായപ്പോ ഫാത്തിമ പറഞ്ഞില്ലേ, എന്റെ ഉപ്പയില്ലാത്ത ദുനിയാവ് എനിക്ക് ഇരുട്ടുപോലെയാണ്, എന്റെ സ്വർഗം എന്റെ ഉപ്പയാണ്. ഉപ്പയുടെ ലോകത്തേക്ക് എന്നെയും വിളിക്കണേ അല്ലാ. കാരണം ഫാത്തിമക്കറിയാം എന്റെ ഉപ്പ സ്വർഗത്തിലാണ്, ആ സ്വർഗത്തിലേക്ക് എനിക്കും പോകണം. ദുനിയാവിലിരുന്ന് സ്വർഗം മണിഞ്ഞ പെണ്ണാണ് ഫാത്തിമ. നമ്മുടെ മക്കളോ ദുനിയാവിൽ ഇരുന്നിട്ടല്ലേ സർവഹറാമിയത്തിന്റെയും പേക്കൂത്തുകൾക്ക് കൂപ്പ് കൂട്ടുന്നത്? ആർക്കാടാ പേടിയുള്ളത്? ആർക്കാടാ ഇന്നല്ലായ ഭയമുള്ളത്? മരണത്തെ കുറിച്ച് പേടിയില്ല, മരണത്തിന്റെ വേദനയെ കുറിച്ച് ചിന്തയില്ല. എപ്പ എവിടെ വെച്ചാണ് മലക്കുൽ മൗത്ത് അസ്റായിൽ വരുന്നതെന്ന് ഒരാൾക്കും അറിയില്ല പോലെ.